ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പം പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാനൊന്നും വരണ്ട, ഡോക്ടറെ കണ്ടിട്ട് ഇവർ വരട്ടെ എന്ന് പറയും. ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഉറപ്പല്ലേ അത് തന്നെയാണ്, ശ്രുതി ഗർഭിണിയാണെന്നൊക്കെ തന്നെ അങ്ങ് പറയാണ്. ശ്രുതി അപ്പം പിന്നെ വണ്ടടിച്ചങ്ങ് നിൽക്കുകയാണ്. ഇവർ പരസ്പരമൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നുമേ മിണ്ടുന്നില്ല രണ്ടുപേരും. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വാ മോനെ, മോളെയും കൊണ്ട് പോകാനൊക്കെ പറയും. എന്നിട്ട് ചോദിക്കും, ശ്രുതി നീ ഒന്നും കഴിച്ചില്ലല്ലോ, അങ്ങനെ കഴിക്കാതൊന്നും ഇരിക്കരുത്, പെട്ടെന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പിടിച്ചിരുത്തുകയാണ്. ശ്രുതി വേണ്ട ആൻറ്റി വേണ്ട, എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ടോ. അങ്ങനെയൊന്നും പറ്റത്തില്ല, നീ ഇപ്പം നന്നായിട്ട് ആഹാരം കഴിക്കേണ്ട സമയം അതുകൊണ്ട് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതിക്ക് കൊണ്ടുവന്ന് ഇഡലിയോ എന്നുണ്ട് കൊണ്ടുവന്ന് തീറ്റിക്കുന്നൊക്കെയുണ്ട് ചന്ദ്രമതി. അന്നേരം ശ്രുതിയാണെ അങ്ങ് വല്ലാതിരിക്കുകയാണ്, എന്ത് പറയണമെന്ന് അറിയത്തില്ല. മതി ആൻറ്റി എന്നൊക്കെ പറയും. അന്നേരത്തേന് ശ്രുതിയാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ശ്രുതിക്കും ഇതത്ര വിശ്വാസമായിട്ടുള്ള കാര്യമൊന്നും അല്ലെന്ന് തോന്നുന്നുള്ള പരുവത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രുതി അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ വാ നമുക്ക് കൈ എഴുകാന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേന് ശ്രുതി ഇരുന്ന് കഴിക്കുകയാണ്. എന്നാൽ നീ എന്നെ ഈ കഴിക്കുന്നത്, നീ ഇപ്പോൾ കഴിക്കുകയൊന്നും വേണമെന്ന് പറയും. അമ്മ ഞാൻ കഴിച്ചില്ലെന്ന് പറയും. നീ ഇപ്പോൾ തൽക്കാലം കഴിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് കൈ കഴിയിട്ട് വളയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ പറയും. അന്നേരത്തേന് ശ്രുതിയാണ് കഴിച്ചില്ല എന്നുള്ള വിഷമത്തിലൊക്കെയാണ് പോയി കൈയൊക്കെ കഴുകിയിട്ട് വരുന്നത്. മോനെ നീ എത്രയും പെട്ടെന്ന് ശ്രുതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചേച്ച് വന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇവരെ പറഞ്ഞു വിടാനുള്ള തിരക്കത്തിലാണ്. അന്നേരത്തേന് എല്ലാവർക്കും പക്ഷേ ഭയങ്കര സന്തോഷമൊക്കെയാണ്. വെച്ചാൽ ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേന് ചന്ദ്രമതി പറയും, ശ്രുതിയുടെ കയ്യെ പിടിച്ചുകൊണ്ട് പോകണം കേട്ടോ മോനെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഓടി അകത്തോട്ട് പോകും. ഇവരെല്ലാവർക്കും എന്താ അകത്തോട്ട് പെട്ടെന്ന് ഓടുന്നെന്ന് ചെല്ലുമ്പോഴത്തേന് ചന്ദ്രമതി നിന്ന് പ്രാർത്ഥിക്കുക, ദേവി എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, എൻ്റെ ശ്രുതിയുടെ കുഞ്ഞു തന്നെ ആദ്യം ഈ വീട്ടിലുണ്ടാകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, നീ കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് പ്രാർത്ഥന. തിരിച്ച് വരുമ്പോഴത്തേന് ചന്ദ്രമതി രേവതിയെ സച്ചിയെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അതിനൊക്കെയുള്ള ഭാഗ്യം ഇവിടെ കുറേ പേർക്കൊക്കെ ഒന്നും ഇല്ല, അതിനും വേണം ഒരു യോഗമൊക്കെ, അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുന്ന ലക്ഷണം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് രേവതിയെ. അപ്പോൾ രേവതിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. രേവതി അങ്ങ് മാറിപ്പോവും. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഇവർ ഈ പറയുന്നെന്ന്, അതൊന്നും സാരമില്ല, അവൾ അത് ഇതൊക്കെ പറയുന്നു, നീ ശ്രദ്ധിക്കേണ്ടെന്ന്. അപ്പോൾ എന്നിട്ട് രവി അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഇവനിങ്ങനെ ജോലിക്ക് പോലും പോകാതെ പെരയ്ക്കാതിരുന്നതിൻ്റെ കാരണം ഇതായിരുന്നല്ലേ, കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഓർക്കുന്ന ഉടനെ രവി വന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് നീ ഓർത്ത് നിൽക്കുന്നത്, വരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. ശ്രുതിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാതെ നേരെ അവരുടെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. അപ്പോഴത്തേന് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇങ്ങോട്ട് വന്ന്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേന്ന്, ഇങ്ങോട്ട് വന്നേ ശ്രുതി, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേന് മീര എവിടെ ഇരിപ്പുണ്ട്. എന്തായാലും കൺഗ്രാജുലേഷൻ ഡി എന്നൊക്കെ പറയും. ശ്രുതിയോടും കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് മീര. അന്നേരത്തേന് ഉടനെ ശ്രുതി പറയും, നീ എന്ത് അറിഞ്ഞിട്ടേ ഈ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കത്ര സന്തോഷമൊന്നും ഇല്ല എന്നൊക്കെ പറയും. ഞാൻ ഓർത്ത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ചെന്ന് പറയും. എന്നിട്ട് ശ്രുതിയെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ശ്രുതി എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമുക്കിപ്പോൾ ഈ ഒരു കുഞ്ഞ് വേണോ എന്നൊക്കെ ചോദിക്കും. അതെന്താ ശ്രുതി അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കും. അതല്ല, നമുക്ക് ഇപ്പോൾ ഒരു ജോലിയൊന്നും ഇല്ലല്ലോ എനിക്ക്, പിന്നെ ജോലി ഇല്ലാത്തതിന് വീട്ടിൽ തന്നെ ഇപ്പോൾ എല്ലാവരും എന്നെ അങ്ങ് കളിയാക്കുക, അതിനിടയിലാണ് നമുക്കൊരു കുഞ്ഞൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് വേണ്ടി സമയം മാറ്റി വെക്കണം, കാശ് മാറ്റി വെക്കണം, അതൊന്നും നമ്മുടെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുഞ്ഞ് വേണോ എന്നൊക്കെ ചോദിക്കും. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. കൺഫേം ആകുന്നതിന് മുമ്പേ എന്താ തീരുമാനമെന്ന് ചോദിക്കും. അതല്ല, ഈ കുഞ്ഞ് വേണ്ട എന്ന് വെക്കണമെങ്കിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ, ഞാൻ മീരയും കൂട്ടി പോയിക്കോളാം, ശ്രുതി പോയി ഒരു ജോബിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയി അത് അറ്റൻഡ് ചെയ്തിട്ട് വരാൻ പറയും. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാമെന്ന് ശ്രുതി സമ്മതിക്കുന്നുണ്ട്. ശ്രുതി പോയി കഴിയുമ്പോഴത്തേന് മീര ചോദിക്കുന്നുണ്ട്, എന്താടി ഇങ്ങനെയൊക്കെ, ശ്രുതിക്കാണെങ്കിൽ ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന്. അതിനിപ്പോൾ എന്തോ സന്തോഷിക്കാനായി, എന്തറിഞ്ഞിട്ട് സന്തോഷിക്കാനാന്നൊക്കെ ചോദിക്കും. നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് ചോദിക്കും. എന്തിനു വേണ്ടി, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. നീ അപ്പോൾ അഭിനയിക്കുകയായിരുന്നു ചോദിക്കുക. അതെ, ഞാൻ അഭിനയിക്കുകയായിരുന്നു. സച്ചി ആ പ്രോഗ്രാമിന് പ്രശ്നം ഉണ്ടാക്കിയ കാരണം എൻ്റെ അച്ഛൻ്റെ കാര്യം എൻ്റെ അമ്മായിമ്മ കുറച്ച് നേരത്തേക്കാണേലും മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് എന്നോട് എൻ്റെ അച്ഛൻ എവിടെയെന്ന് പറഞ്ഞ് എൻ്റെ നേരെ തിരിഞ്ഞപ്പോഴത്തേന് എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല, അത് കാരണം ഞാൻ ഇട്ട ഒരു നമ്പരായിരുന്നു ഇതെന്നൊക്കെ പറയും.
നിൻ്റെ അഭിനയം ഇതുവരെ കഴിഞ്ഞില്ലേ? നീ ഇങ്ങനെ ഒരു കള്ളത്തിന് മേളിൽ ഓരോ കള്ളം പറഞ്ഞ് ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ശ്രുതിക്കും അങ്ങ് വല്ലാതാകുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ട് ഇനിയിപ്പം പിടിച്ചു നിൽക്കുന്ന അറിയത്തില്ലല്ലോ. ശ്രുതിയൊക്കെ വരാൻ താമസിക്കും തോറും ആകെ ടെൻഷനിലാണ് ചന്ദ്രമതി. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരത്തേന് രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നടപ്പ് പുറത്തെങ്ങാനും ഇറങ്ങി നടക്കുകയായിരുന്നു. ഇപ്പം കന്യാകുമാരി ചെന്നേനല്ലോ എന്ന്. ഞാൻ എന്തിനാ കന്യാകുമാരി പോകുന്നേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി. അന്നേരം പറയാം, അതല്ല പിന്നെ നീ എന്താ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നതല്ലേ ഉള്ളൂ, കൺഫേം ആയില്ലല്ലോ എന്ന്. അതൊക്കെ കൺഫേം ആയി, എനിക്കറിയാവുന്ന, ഞാൻ അത് നേരത്തെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ഓടിച്ചെന്ന് ദേവിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് എന്തൊക്കെയോ നേർച്ചയൊക്കെ കൊണ്ട് കെട്ടിവെച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. രവീന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിങ്ങളുടെ അമ്മ ഈ കുടുംബത്തിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനാണ് സ്വത്തെല്ലാം എഴുതി വെക്കുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് അമ്മയെ ഫോൺ വിളിച്ച് പറഞ്ഞേരം എല്ലാ ആധാരവും റെഡിയാക്കി വെച്ചേക്കാൻ പറയുന്നൊക്കെ പറയും. എന്തായാലും ഡോക്ടറെ അടുത്ത് പോയിരിക്കുന്നല്ലേ ഉള്ളൂ, അവർ കൺഫേം ആക്കി പറയട്ടെ, അന്നേരത്തേന് ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ. അന്നേരം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് ചന്ദ്രമതിക്ക്. അത് കഴിയുമ്പോഴത്തേന് ഫാമ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഒരു വിഷോപ്പർ നിറച്ച് മാങ്ങയൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്താ ഇത്രയും മാങ്ങ ആയിട്ടെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കാൻ പറയും, ശ്രുതിക്ക് വിശേഷമാണെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാനൊരു പയ്യനെ കയറ്റി മാവേലെ മാങ്ങ മുഴുവൻ പറിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നെന്നൊക്കെ പറയും. അന്നേരത്തേന് ചന്ദ്രമതി അങ്ങോട്ട് വന്നിട്ട് ഫാമയെ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പങ്കിടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേന് രേവതിയെ വിളിച്ച് പറയുന്നതേ ഈ മാങ്ങ എടുത്ത് അകത്ത് കൊണ്ട് വെക്കാൻ. അന്നേരത്തേന് രേവതി നേരെ നോക്കാതെ ഇങ്ങനെ പോരുവാണ്. അന്നേരത്തേന് മാങ്ങ എല്ലാം അവിടെ മറിഞ്ഞ് വീണിട്ട് രേവതി അവിടുന്ന് താഴെ വീഴാൻ തുടങ്ങുന്നുണ്ട്. രേവതി അവിടുന്ന് ഉരുണ്ട് അതിൽ നിന്ന് വന്ന് നേരെ വാതിക്കലോട്ട് വരുമ്പോൾ സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചി രേവതി വീഴാതെ ചാടി പിടിക്കുകയാണ്. അന്നേരത്തേന് സച്ചി ഇവർ രണ്ടുപേരും കണ്ണോട് കണ്ണൊക്കെ നോക്കി റൊമാൻസിൻ്റെ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഓ ഈ പിള്ളേരുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും കാണുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഫാമ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്, ഇനിയിപ്പോൾ അടുത്ത ഒരു സഞ്ചി മാങ്ങയും കൂടെ ഞാൻ ഉടനെ കൊണ്ടുവരേണ്ടി വരുമോ എന്നൊക്കെ. അപ്പം ചന്ദ്രമതി പറയും, എന്താ ഇവർ ഈ കാണിക്കുന്നത്? എല്ലാവരും ഉള്ളപ്പോൾ ഇവരെന്നെ ഈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, എന്താ ഇതിന് മാത്രം പറയാനിരിക്കുന്നത്? രേവതി വീഴാൻ തുടങ്ങിയപ്പോൾ സച്ചി ഒന്ന് പിടിച്ചു, അതിനിപ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കും. അന്നേരം സച്ചി ചോദിക്കും, ആഹാ ഇതെന്താ ഇത്രയും മാങ്ങ എന്ന് ചോദിക്കും. ഡോക്ടർ കൺഫേം ആക്കി പറഞ്ഞോ അച്ഛാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ വന്നില്ല എടാ, പിന്നെ അതിനു മുമ്പ് ഇവൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഫാമ കൊണ്ടുവന്നാന്ന് പറയും. ഇതെന്തിനാ ഇത്രയും മാങ്ങ? ഇവളെന്നെ 3 നേരം ഈ മാങ്ങ തിന്നാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് രേവതി ഇതെല്ലാം പെറുക്കിയൊക്കെ സഞ്ചിയിലാക്കുന്നത്. ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരും. ശ്രുതി വന്നിരിക്കുകയോ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടരുത്, നടക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് ചന്ദ്രമതി പിടിച്ചിരുത്തുന്നത്. ഒരുപാട് വിശേഷമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രവീന്ദ്രൻ പറയും, നീ അവളെ ഇങ്ങനെ ശല്യപ്പെടുത്താതെ ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് പറയാനുള്ള അവസരം കൊടുക്കാൻ പറയും. അന്നേരത്തേന് ഉടനെ ശരിയാ മോളെ എന്നാ പറഞ്ഞ് ഡോക്ടർ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ഉടനെ ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.